ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു ക്ലാസ് ഡി ആംപ്ലിഫയറിനെ കുറിച്ചിട്ടാണ്. അതിൻ്റെ മോഡൽ വരുന്നത് ഗോൾഡ് A311 ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മോണോ ആംപ്ലിഫയർ ആണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിപ്പ് ഒരു ക്ലാസ് ഡി ചിപ്പാണ്. TPA3118 എന്ന് പറയുന്ന ഒരു ക്ലാസ് ഡി മോണോ ചിപ്പാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു സബ്വൂഫർ ആമ്പ് നിർമ്മിച്ചെടുക്കുന്നതിന് വേണ്ടി, ഇപ്പോൾ ഒരു ചെറിയ റൂമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ റൂമിൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ക്ലാസ് ഡി ആംപ്ലിഫയർ ആണ്. നമുക്ക് ഇതിൽ 60 വാട്ട്സ് മാക്സിമം 4 ohms ലോഡിങ്ങിൽ നമുക്ക് 24 വോൾട്ട്, ഇതിലിപ്പോൾ 5 വോൾട്ട് തൊട്ട് 24 എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൽ മാക്സിമം പെർഫോമൻസ് കിട്ടുന്നത് 24 വോൾട്ടിലാണ്. അപ്പോൾ ആ 24 വോൾട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് 4 ohms ലോഡിങ്ങിൽ ഏറ്റവും മാക്സിമം എടുക്കാൻ പറ്റുന്ന പെർഫോമൻസ് അല്ലെങ്കിൽ വാട്ട്സ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ 60 വാട്ട്സാണ് നമുക്ക് ഇതിൽ മാക്സിമം എടുക്കാൻ പറ്റുന്നൊരു പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്വൂഫറിന് സ്പെഷ്യൽ ഫോർ സബ്വൂഫറായിട്ട് നമുക്കിത് കണക്കാക്കാം. കാര്യം TPA3118 എന്ന് പറയുന്ന ചിപ്പ് കുറച്ചൊരു അല്പം ബാസ് റെസ്പോൺസ് കൂടുതലായിട്ട് കാണപ്പെടുന്നൊരു ചിപ്പ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കൂടുതലും ഇതിന് സബ്വൂഫറിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആംപ്ലിഫയർ ബോർഡ് എന്ന് പറയുന്നത്. കൂടാതെ തന്നെ നമുക്കിത് മോണോ ബോർഡാണ്. 2 ബോർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റീരിയോ ആയിട്ടും യൂസ് ചെയ്യുന്നതിന് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. എന്നാലും ഒരു സബ്വൂഫർ ഫിൽറ്റർ വച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സബ്വൂഫറിൻ്റെ സൈഡിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ക്ലാസ് ഡി ആംപ്ലിഫയർ ആയിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം. കാര്യം വളരെ സ്പേസ് കുറഞ്ഞ സ്ഥലത്ത്, അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഇത്രയും സ്പേസ് കുറഞ്ഞ ഒരു വലിപ്പം കുറഞ്ഞൊരു ബോർഡാണ്. അപ്പം വളരെ സ്പേസ് കുറഞ്ഞ് നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ബോർഡും 2 ക്ലാസ് ഡി TPA3116ൻ്റെ 2 ബോർഡും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഒരു ക്ലാസ് ഡി ആംപ്ലിഫയർ 2.1 ക്ലാസ് ഡി ആംപ്ലിഫയർ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇനി അതല്ല നിങ്ങൾക്കൊരു സബ്വൂഫർ ആമ്പിൻ്റെ ആവശ്യമാണെന്ന് നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ചിലവ് കുറഞ്ഞൊരു 250-300 രൂപയ്ക്കകത്ത് ഉള്ള ഒരു വിലയായിരിക്കും ഈ ഒരു ബോർഡിന് വരുന്നത്. അപ്പോൾ ആ ഒരു വിലയ്ക്ക് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഒരു സബ്വൂഫർ ആമ്പ്, ആക്റ്റീവ് സബ്വൂഫറൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിർമ്മിക്കുവാൻ ഏറ്റവും എളുപ്പം ഈ ഒരു ബോർഡാണ്. കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്കൊരു ലാപ്ടോപ്പിൻ്റെ 19 വോൾട്ട് ഒരു 4-5 ആംപിയറുള്ള ഒരു ചാർജർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വർക്കാവും. എന്നാലും കൂടുതൽ ആംപിയർ കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. എന്നാലും വളരെ ഈസി ആയിട്ട് ഇപ്പോൾ പ്ലഗ് ആൻഡ് പ്ലേ എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലാപ്ടോപ്പിൻ്റെ 19 വോൾട്ട് ഒരു 4-5 ആംപിയറിൻ്റെ ചാർജർ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബോർഡ് വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കിപ്പോൾ എല്ലാ ആൾക്കാർക്കും വളരെ ഈസി ആയിട്ട് സാധനങ്ങൾ നിർമ്മിച്ചെടുക്കുക എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ വീടായാലോ എന്ത് കാര്യമാണെങ്കിലും വളരെ ഈസി ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഒരു ആവശ്യം. അപ്പോൾ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്ത ഒരു രീതിയിൽ നമുക്കിത് വളരെ ഈസി ആയിട്ട് വയറിങ് ചെയ്തെടുക്കാനും കണക്ഷൻ കൊടുക്കാനും എല്ലാം സാധിക്കും. കാരണം അതിൽ വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓൾട്ടിൻ ഇവിടെയാണ് നമ്മൾ ഓൾട്ടിന് കൊടുക്കാനായിട്ടുള്ളത്, ഇവിടെയാണ് ഗ്രൗണ്ട്, അതായത് പോസിറ്റീവ് നെഗറ്റീവ് ആണ്, ഇവിടെയാണ് നമ്മൾ വോൾട്ട് കൊടുക്കാനായിട്ടുള്ളത്, പവർ സപ്ലൈ കൊടുക്കാനുള്ളത് ആ ഭാഗത്താണ്, സിംഗിൾ സപ്ലൈ ആണ് കൊടുക്കാനായിട്ടുള്ളത്. പിന്നെ ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ ഓഡിയോ ഇൻപുട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ നോർമലി ഒരു ഓഡിയോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇനി അതല്ല, നമ്മൾ സബിൻ്റെ ഫിൽറ്റർ വച്ചിട്ട് ഫിൽട്രേഷനും കഴിഞ്ഞ് ഇപ്പോൾ സിംഗിൾ സപ്ലൈയിൽ വർക്ക് ചെയ്യുന്ന സബ് ഫിൽറ്റർ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. ആ സബ് ഫിൽറ്റർ വച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് കണക്ഷൻ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു സബ് ഫിൽറ്റർ വച്ചിട്ട് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് ഇവിടെയാണ് കൊടുക്കാനായിട്ടുള്ളത്. ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കൊടുക്കാനുള്ള ഇവിടെ ഓഡിയോ പ്ലസ് ഗ്രൗണ്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സ്പീക്കറിന് ഏറ്റവും ലാസ്റ്റ് വരുന്ന സ്പീക്കറാണ്. സ്പീക്കറിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 8 ohmsഉം 4 ohmsഉം നിങ്ങൾക്ക് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാം. വളരെ ഈസി ആയിട്ട് ഇത് വർക്കാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ ഒരു റൂമാണ്, അത്യാവശ്യം നിങ്ങൾക്കൊരു പെർഫോമൻസ് കിട്ടണം എന്നുള്ള രീതിയിലുള്ള ആൾക്കാരൊക്കെ, സ്വന്തമായിട്ട് ആംപ്ലിഫയർ ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഒരു സബ്വൂഫർ, ആക്റ്റീവ് സബ്വൂഫർ നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് പറ്റുന്നൊരു ബോർഡ് തന്നെയാണ് ഈ ഒരു ബോർഡ്. കൂടാതെ തന്നെ ഇതിൻ്റെ ഒരു വില വരുന്നത് ഒരു 300 രൂപയ്ക്കകത്തൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഒരു വില വരുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ SM ഇലക്ട്രോണിക്സ് ട്രിവാൻഡ്രം, അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഇതുപോലുള്ള ഒരുപാട് ക്ലാസ് ഡി ആംപ്ലിഫയറുകൾ നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്, ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. ഞാനപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്കുകൾ ഞാൻ കൊടുത്തേക്കാം. ഇതേപോലുള്ള പലതരത്തിലുള്ള, ഇപ്പോൾ ഇത് ഹീറ്റ് സിങ്ക് ഉള്ള മോഡലാണ്, ഹീറ്റ് സിങ്ക് ഇല്ലാത്ത ടൈപ്പ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ തന്നെ പല വെറൈറ്റി ആയിട്ടുള്ള ബോർഡുകൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ നിങ്ങൾക്ക്
വാങ്ങാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കാണുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെയൊക്കെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആമസോൺ ലിങ്കുകളാണ് കൊടുത്തിട്ടുണ്ടായിരിക്കുന്നത്, ഫ്ലിപ്കാർട്ട് ലിങ്കുകളും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഇതിൻ്റെ വിലയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. കാര്യം ഇതിൻ്റെയും ഇതുപോലെയുള്ള ആംപ്ലിഫയറിൻ്റെയൊക്കെ വിലകൾ നിങ്ങൾക്ക് അവിടെ പോയി ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങുകയോ അല്ലെങ്കിൽ SM ഇലക്ട്രോണിക്സിൽ നിന്ന് വാങ്ങാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഷോപ്പ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, അവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. നല്ലൊരു ബോഡി തന്നെയാണ്, നല്ല അടിപൊളി ബോർഡാണ്, നല്ല ബിൽഡ് ക്വാളിറ്റിയൊക്കെ ഉള്ള ബോഡി തന്നെയാണ്. ഇത് ഒറിജിനൽ ബോർഡാണ്, ഗോൾഡ് A311 ഒറിജിനൽ ബോർഡാണ്. അതിൻ്റെ ഒറിജിനൽ ചിപ്പ് യൂസ് ചെയ്തിട്ടുള്ള ബോർഡ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ചിപ്പ് വരുന്ന ബോർഡുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ചിലതിന് ഇതുപോലെ ഹീറ്റ് സിങ്ക് വരും, ഹീറ്റ് സിങ്ക് ഇല്ലാത്ത ടൈപ്പ് വരും. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. വിലയുടെ വ്യത്യാസത്തിൽ നമുക്ക് അത് അറിയാൻ പറ്റും, ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഒറിജിനൽ ആണെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ഒറിജിനൽ ആണെങ്കിൽ അല്പം വില കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും തന്നെയാണ് ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ ചേട്ടന്മാർക്കും ബൈ ബൈ.